69ാമത് ബാലൻഡിയോർ 2025 വരാൻ ഇനി സമയമുണ്ട്. അനൗൺസ്മെന്റ് നമുക്കറിയാവുന്ന പോലെ തന്നെ സെപ്റ്റംബർ 22-ാം തീയതി ആണ് എന്നെങ്കിലും ഇപ്പോൾ ടോപ്പ് 3-യിൽ നിൽക്കുന്നത് റഫീനിയ, ഒസമാൻ ഡെംബലെ, അതുപോലെ തന്നെ മുഹമ്മദ് സാലയൊക്കെ ആണെങ്കിലും എൻ്റെ ചോദ്യം നിങ്ങൾക്ക് ആർക്ക് ലഭിക്കണമെന്നാണ് ആഗ്രഹം? ആൻഡ് ആ പ്ലെയറിൻ്റെ പേരും അതിൻ്റെ റീസൺ എന്താണെന്നും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ആഗ്രഹം ലമീൻ യമാലിന് ലഭിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബാസ ഫാനാണെന്ന് പറഞ്ഞ് പോവാതെ അതിന് മുമ്പ് കേൾത്തു നോക്കൂ. 17 വയസ്സിൽ ബാലൻഡിയോറിൽ ടോപ്പ് 10-ൽ എത്തുന്ന ആദ്യ യങ്ങസ്റ്റ് പ്ലെയറാണ് യമാൽ എന്ന് പറയുന്നത്. ആൻഡ് ശരിയാണ്, ഇപ്പോൾ ബാഴ്സലോണയുടെ 10ാം നമ്പർ കൊടുത്തതിനൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്, നേരത്തെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അല്ല, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്റർ മിലാനെതിരെ ഉണ്ടായിരുന്ന ആ സെക്കൻഡ് ഹാഫിൽ പുള്ളി കാഴ്ചവെച്ചിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒരു ടാലൻറ്റും ഒരു സ്കില്ലും ഒക്കെ ഉണ്ട്. ശരിയാണ്, മാച്ച് ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അവിടെ തന്നെ കിടപ്പുന്നുണ്ടെങ്കിലും പുള്ളി ഷോക്കേസ് ചെയ്ത ടാലൻറ്റ് അവിടെ എവിടെയും പോയിട്ടില്ല. ഈ പ്രായത്തിൽ ടോപ്പ് 10 ബാലൻഡിയോറിൽ വരാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യവുമല്ല. ആൻഡ് അതുപോലെ തന്നെ ഇന്റർ മിലാൻ്റെ പ്ലേയേഴ്സിനോട് ചോദിക്കുന്നുണ്ട് ടഫസ്റ്റ് ഒപ്പോണൻ്റ് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന പേര് ലമീൻ യമാൽ എന്നുള്ളത് തന്നെയാണ്. ശരിയാണ്, സാധ്യതകൾ കുറവാണ്, കാര്യം ക്ലബ് വേൾഡ് കപ്പിലേക്കും ഇല്ല, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാമ്പ്യൻസ് ലീഗിലും ഫൈനൽ കളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടൊന്നും കാണിക്കാനായിട്ട് യമാലിന് പറ്റില്ല എന്നുള്ളത് അവിടെ കിടക്കുന്നുണ്ടെങ്കിലും എൻ്റെ ആഗ്രഹം യമാലിന് കിട്ടണം എന്നുള്ളതാണ്. സോ യോസ് കമൻറ്റ് ബിലോ.